ടൈസർ ആണോ ഫ്രോങ്സ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രോങ്സ് അല്ലേ നല്ലതെന്ന്. ഞാനിപ്പോൾ ബ്രേക്ക് ചെയ്തു, ബ്രേക്ക് ചെയ്യുന്നതേ കാലെടുത്തു. ഓക്കെ, ഇപ്പോൾ ഈ വാഹനം ഈ കയറ്റത്തിൽ ഈ വാഹനം ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ബെനിഫിറ്റും കൂടെ ഇവിടെ കിട്ടുന്നുണ്ട്. നല്ല കുത്തനെ ഉള്ളൊരു കയറ്റം നമ്മളിപ്പോൾ കയറുകയാണ്. ഈ എഞ്ചിൻ കമ്പാർട്ട്മെൻറ്റ് വാഷ് ചെയ്യേണ്ടാത്ത വാഹനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ കൂട്ടത്തിലുള്ള മാരുതി സുസുക്കിയുടെ ഫ്രോങ്സ് വാഹനമാണ്. ഈ ഒരു വാഹനം അത്യാവശ്യം നല്ല രീതിക്ക് മോഡിഫിക്കേഷൻ നടത്തിയിട്ടുള്ളൊരു വാഹനം തന്നെയാണ്. പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ലാത്ത, പുറമേ നോക്കുമ്പോൾ വലിയ സംഗതി അല്ലെങ്കിൽ വലിയ പ്രശ്നമുള്ള ഒരു മോഡിഫിക്കേഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കത്തില്ല. ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷമാണ്, അതായത് ഫ്രോങ്സ് എന്ന് പറയുന്ന വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ള് കാണുക. ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്ന മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്. ഏകദേശം ഒരു 1.5 ലക്ഷം രൂപയുടെ മോഡിഫിക്കേഷൻ ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ അലോയും ടയറും ഒക്കെ കാണുമ്പോൾ നമുക്കറിയാം ഫുള്ളായിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഉള്ളൊരു കാര്യം. പക്ഷേ ഇതിൻ്റെ അലോയും മാത്രം മാറിയിട്ടുള്ളൂ, ടയറോ കാര്യങ്ങളോ ഒന്നും മാറിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ വിശേഷമാണ് നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MG Explore. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ വാഹനം പലർക്കും നല്ല ഫെമിലിയർ ആയിരിക്കും, കാരണം ഈ ഒരു വാഹനത്തിൻ്റെ 2 അഡീഷണൽ ഫിറ്റ്മെൻറ്റ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും, 2 ഇതിൻ്റെ കണക്റ്റിംഗ് ടെയിൽ ലൈറ്റും. അന്നേരം പലരും ചോദിച്ചൊരു കാര്യമാണ് ഈ ഒരു വാഹനത്തിൻ്റെ റിവ്യൂ ചെയ്യണം, കാരണം ഇതിനകത്തുള്ള മോഡിഫിക്കേഷൻസ് എന്തൊക്കെയാണ് അതെല്ലാം വളരെ കൃത്യമായിട്ട് കാണിക്കണമെന്നും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുറമേ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് കാണാൻ സാധിക്കുന്ന ഈ ഒരു ഗ്രില്ല് തന്നെ. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, ഫ്രോങ്സ് എന്ന് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു ടൈസറിൻ്റെ, അതായത് ടൊയോട്ടയുടെ അർബൻ ക്രൂസർ ടൈസർ ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടും സെയിം വാഹനം തന്നെയാണ്. ആ വീഡിയോയിൽ നമ്മൾ ചെയ്തൊരു കാര്യം ഒരു 1 ലിറ്റർ എഞ്ചിനാണ്, എന്നാൽ അതേ സ്ഥാനത്ത് ഇവിടെ ഒരു 1.2 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. അവിടെ 1 ലിറ്റർ 3 സിലിണ്ടർ ടെർബോ എഞ്ചിനായിരുന്നു വരുന്നത്, ഇവിടെ ഒരു നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണ്. ഇത് രണ്ടുമാണ് വ്യത്യാസം. അപ്പോൾ നിങ്ങൾക്ക് രണ്ടും കൂടെ കമ്പാരിസൺ നടത്താം. ഇനി ഈ വാഹനം കൂടെ നോക്കാം, ഇനി ടൈസറും കൂടെ ഞാൻ ഈ വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റ് ഒന്ന് ടാഗ് ചെയ്തിട്ടേക്കാം. നിങ്ങൾക്ക് ആ ഒരു വീഡിയോയുടെ കമ്പാരിസണും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ഏതായാലും നമുക്ക് ഫസ്റ്റ് തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തേക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഹുഡ് ഏരിയ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഇവിടെ കൊണ്ട് ഹുഡ് തീരുകയാണ്. ഇത്ര ശരിക്കും പറഞ്ഞാൽ ലിപ്പ് പോലെ ഫ്രണ്ടിലോട്ട് തള്ളി നിൽക്കുന്ന ഒരു പോർഷനാണ്. ഈ ഒരു പോർഷൻ മാത്രമാണ് നമ്മൾ ഓപ്പൺ ചെയ്തത്. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ ഒരു DRL അഥവാ ഡേ ടൈം റണ്ണിങ് ലൈറ്റ് പ്ലസ് ഇൻഡിക്കേറ്റർ നമുക്ക് ഇതിൽ തന്നെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് പോകുന്നത്. മാരുതിയുടെ ഒരു സിഗ്നേച്ചറാണ് ഈ ഒരു 3 ഡോട്ട് എന്ന് പറയുന്നത്. ആ ഒരു സിഗ്നേച്ചർ നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് കഴിയുമ്പോൾ താഴെ വരുന്ന ഒരു 3 ചേംബർ ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്. ഇതൊരു റിഫ്ലക്ടർ ടൈപ്പ് LED ഹെഡ്ലൈറ്റ് ആണ് നമുക്കിവിടെ വരുന്നത്. താഴെ ഒരു കുഞ്ഞ് പോർഷൻ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2-3 സ്ഥലത്തൊക്കെ ലൈറ്റ്സ് പിടിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഒന്നും അത്രയും ഒരു സൂട്ടബിളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ലാത്തതുകൊണ്ടാണ് നമ്മളിത് ചെയ്യാത്തത്. ഏതായാലും ഉടനെ തന്നെ ഞാൻ അതിനൊരു നല്ലൊരു ലൈറ്റ് കൊണ്ടുവരുന്നതായിരിക്കും, നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഹെഡ്ലൈറ്റ് യൂണിറ്റ് കാണാൻ സാധിക്കും. പക്ഷേ ഇത് അത്രയും ഓക്കെ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാത്രി കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് തന്നെ ഞാൻ പറയും. ഇത് യൂസ് ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടെ കമൻറ്റിലോട്ട് ഇട്ടേക്കുക. തൊട്ട് താഴോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇത്രയും പോർഷൻ കൊണ്ട് തീരുകയാണ്. പക്ഷേ ഇതൊക്കെ അഡീഷണൽ ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു ബമ്പർ ലിപ്പിൻ്റെ പോർഷനാണ്. സ്കിഡ് പ്ലേറ്റും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. എല്ലാം ഈ പറയുന്ന കാർബൺ ഫൈബർ സ്റ്റിക്കേഴ്സ്, ഈ വാഹനത്തിൽ കുറച്ച് കൂടുതൽ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചിട്ടുണ്ട്. നമുക്ക് അകം എല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഇവിടെ എല്ലാം ഈ ക്രോം എലമെൻറ്റും കാര്യങ്ങളൊക്കെ ഇതെല്ലാം ഡീക്രോം ചെയ്തിട്ടുണ്ട്. സ്റ്റിക്കേഴ്സ് എല്ലാം ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്, അതായത് നമ്മുടെ ബ്ലാക്ക് സ്റ്റിക്കേഴ്സ് ഇതെല്ലാം ഗ്രില്ല് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേയേറെ മോഡിഫിക്കേഷൻസ് നമുക്ക് ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി സൈഡിലത്തെ വശത്തോട്ട് വരുന്ന സമയത്താണെങ്കിലും അത്യാവശ്യം കുറച്ച് സ്റ്റിക്കേഴ്സും ഇവിടെ നമുക്ക് മാറ്റ് വരുന്നതെല്ലാം ഗ്ലോസി ടൈപ്പ് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ ക്ലാഡിങ് വരുന്നതെല്ലാം ഗ്ലോസി ആക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കമ്പനി വരുന്ന കിറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഈ സൈഡിലത്തെ കിറ്റും കാര്യങ്ങളൊക്കെ കമ്പനി ആഡഡ് തന്നെയാണ്, അതൊന്ന് പെയിൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ താഴെ വരുന്ന ഈ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. നിങ്ങളിൽ ആർക്കെങ്കിലും ഇതുപോലെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, കുറച്ചൊരു മോഡിഫിക്കേഷൻ ആഗ്രഹമുള്ളവർക്ക് ഇത് നോക്കി ചെയ്യാൻ സാധിക്കും. ടയേഴ്സ് വരുന്നത് കമ്പനി ടയർ തന്നെയാണ് വരുന്നത്, പക്ഷേ അലോയ്ക്ക് മാത്രം മാറ്റം വരുത്തിയിട്ടുള്ള ഒരു വെറൈറ്റി ഡിസൈൻ തന്നെയാണ്. കാരണം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രോങ്സിന് വരുന്ന അലോയ് ഒട്ടും തന്നെ ഇഷ്ടമല്ല. അതിൻ്റെ ഒരു ഡിസൈൻ ഭംഗിയില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. ഇത് ടയർ സൈസ് വരുന്ന 195 60 R16 വരുന്നത്. ഈ ഒരു മോഡലിനെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്, അതായത് ഡെൽറ്റ പ്ലസ് എന്ന് പറയുന്നൊരു വേരിയൻ്റാണ് ഇപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള ഏറ്റവും നല്ലൊരു മോഡൽ ഡെൽറ്റ പ്ലസ് എന്ന് തന്നെ ഞാൻ പറയും. കാരണം ആൽഫ പറയാത്തതിൻ്റെ കാര്യം, ഏറ്റവും ടോപ്പ് വേരിയൻ്റാണ് എപ്പോഴും നല്ലതെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യും. പക്ഷേ ഫ്രോങ്സ് എന്ന് പറയുന്നൊരു വാഹനത്തിൽ ടോപ്പ് എടുക്കണ്ട, ഒന്നെങ്കിൽ ഡെൽറ്റ പ്ലസ് ഓപ്ഷണൽ, അതാണെങ്കിൽ നിങ്ങൾക്കൊരു ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ 4 സിലിണ്ടർ എഞ്ചിനാണ് കിട്ടുന്നത്. 4 സിലിണ്ടറിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വൈബ്രേഷൻ കുറവായിരിക്കും, സ്റ്റാർട്ട് ചെയ്തിട്ടാലും അറിയത്തില്ല, പെർഫോമൻസ് വൈസ് വെച്ച് നല്ലതായിരിക്കും. ഇതൊക്കെ എൻ്റെ പേഴ്സണൽ സജഷനാണ്. നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് കൊടുത്തേക്കാം. ഈ ഒരു മിറർ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ മേളിലുള്ള ഇത്രയും ഭാഗത്ത് സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുകയാണ്.
അപ്പോൾ ഇതെല്ലാം കൂടുതൽ ഞാൻ പറഞ്ഞ പോലെ സ്റ്റിക്കർ വർക്ക്സ് ആണ് നമുക്കിവിടെ വരുന്നത്. ഇതൊക്കെ പെയിൻറ്റഡ് ആണ്, റൂഫ് റെയിൽസ് ഒക്കെ പെയിൻറ്റഡ് ആണ്. ബാക്കി ഡോറിൻ്റെ സൈഡിലൊക്കെ വരുന്നത് ഇവിടെ എല്ലാം സ്റ്റിക്കർ വർക്ക്സ് ആണ് കൂടുതലും നമുക്ക് വന്നിരിക്കുന്നത്. അത്യാവശ്യം ഇതുപോലത്തെ ഒരുപാട് സ്റ്റിക്കർ വർക്ക് നമുക്ക് ഈ വാഹനത്തിൻ്റെ പല സൈഡിലും, അതായത് ഇതിൻ്റെ ക്വാർട്ടർ പാനലിൻ്റെ യൂണിറ്റിലും ഒക്കെ സ്റ്റിക്കർ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ബാക്കിലത്തെ പോർഷനിലോട്ട് പോകാം. ഇത് ടിൻറ്റഡ് ഗ്ലാസ് അല്ല വരുന്നത്, പക്ഷേ ഇത് കൂളിംഗ് ചെയ്തിരിക്കുകയാണ്. റിയർ വൈപ്പറോ കാര്യങ്ങളൊന്നും നമുക്കിവിടെ അവൈലബിൾ അല്ല, അത് ടോപ്പ് വേരിയൻറ്റിലേക്ക് കിട്ടത്തുള്ളൂ. കണക്റ്റഡ് ടെയിൽ ലൈറ്റ്സ് ഈ ഒരു വാഹനത്തിൽ നമ്മൾ അഡീഷണലായിട്ട് ഫിറ്റ് ചെയ്തതാണ്. ഇത് ഫിറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതും ഞാൻ ഈ വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റ് ഇട്ടേക്ക്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതുപോലെ സ്വന്തമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ സാധിക്കും, വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. എല്ലാം നമുക്ക് LED തന്നെയാണ് വരുന്നത്. ഇപ്പോൾ പാർക്ക് ലൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത്, പാർക്ക് LED ആണ്, ഇൻഡിക്കേറ്റർ LED ആണ്, റിവേഴ്സ് ലൈറ്റ് വരെ LED ആണ്. ഇതാണ് നമ്മൾ അഡീഷണലായിട്ട് ഫിറ്റ് ചെയ്തിരിക്കുന്ന ലൈറ്റ്, നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ബ്രേക്കും കൂടെ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഞാൻ ബ്രേക്ക് ചെയ്തു, രണ്ട് സൈഡിലെ നന്നായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. സ്പോയിലർ ഇതും അഡീഷണൽ ഫിറ്റ്മെൻ്റ് ആണ്. ഇതാ ഞാൻ പറഞ്ഞ ഏകദേശം എല്ലാം കൂടെ ഒരു 1.5 ലക്ഷം രൂപയുടെ അഡീഷണൽ ഫിറ്റ്മെൻറ്റ് നമുക്ക് ഈ വാഹനത്തിൽ വരുന്നുണ്ട്. ഷാർക്ക് ഫിൻ ആൻറ്റിന കമ്പനി തന്നെ വരുന്നതാണ്. അത് കഴിയുമ്പോൾ ബാക്കിലൊരു നല്ലൊരു സ്കിഡ് പ്ലേറ്റ് പോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. 4 പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. ബൂട്ട് സ്പേസ് ഇതുപോലെ സബൂഫറൊക്കെ വെച്ച് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബൂട്ട് സ്പേസ് വളരെ കുറവായിരിക്കും. 308 ലിറ്ററാണ് ഇവിടുത്തെ ബൂട്ട് സ്പേസ് വരുന്നത്. 60-40 സ്പ്ലിറ്റ് സീറ്റ് വരുന്നുള്ളതുകൊണ്ട് നമുക്ക് ഒരു പോർഷനിൽ ആളെ ഇരുത്തിക്കൊണ്ട് നേരെ ഒരു 3/4 പോർഷൻ നമുക്ക് സാധനം വെക്കാനും കൂടെ വേണ്ടി ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ സാധിക്കും. ഒരു നല്ല പാർസൽ ട്രെയിൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓപ്പൺ ചെയ്യാൻ വേണ്ടിയൊരു സ്വിച്ച് ഇവിടെ വരുന്നുണ്ട്. ഇതെല്ലാം ആസ് ഇറ്റ് ഈസ് നമ്മുടെ ടൈസറിൻ്റെ സെയിം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയാത്തത്. ടൈസറാണോ ഫ്രോങ്സ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രോങ്സ് അല്ലേ നല്ലതെന്ന് ഞാൻ ചോദിച്ചു പോകും. നിങ്ങളുടെ അഭിപ്രായം കൂടെ ജസ്റ്റ് പറയാം. ഇനി നമുക്ക് വാഹനത്തിനകത്തോട്ട് കയറിയിട്ട് അകത്തെ വിശേഷങ്ങളും കൂടെ ഒന്ന് നോക്കാം. ഏതായാലും കയറാം. ഈ ഒരു ഭാഗത്ത് ഒരു സ്റ്റിക്കർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരുപാട് സ്റ്റിക്കറിങ് വർക്ക്സ് നമുക്ക് ഈ വാഹനത്തിൽ കാണാൻ സാധിക്കും. നല്ല രസമുണ്ട് കേട്ടോ കുറേയൊക്കെ. അപ്പോൾ നമ്മൾ ഏതായാലും വാഹനത്തിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ കാണാൻ സാധിക്കുന്ന ഈ ഡോർ പാഡിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞേക്കാം. ഇതെല്ലാം ആസ് ഇറ്റ് ഈസ് നമ്മുടെ മാരുതിയുടെ സെയിം ആണ്. ഇതിൽ ടൈസറിൽ വരുമ്പോഴും വ്യത്യാസമൊന്നുമില്ല. മിറർ അഡ്ജസ്റ്റിങ്, മിറർ ഫോൾഡിങ് വരുന്നത്, ലോക്ക് ആൻഡ് അൺലോക്ക്, പവർ വിൻഡോസ് നമുക്ക് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രൈവർ സൈഡിൽ മാത്രം ഓട്ടോ അപ്പ് ആൻഡ് ഡൗൺ വരുന്നുണ്ട്. ബാക്കിയുള്ളതെല്ലാം സിംഗിൾ പ്രസ് വെച്ചാണ് വരുന്നത്. അതായത് പ്രസ് ഡൗണും പ്രസ് അപ്പാണ് വരുന്നത്. ഒരു നല്ല ട്യൂട്ടർ നമുക്കിവിടെ കാണാൻ സാധിക്കും. സോണിയുടെ തന്നെയാണ് കോമ്പണൻ്റ് ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് വേണ്ട ഇവിടെയാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. ഏതായാലും കുഴപ്പമില്ല. സോണിയുടെയൊക്കെ ഒന്ന് കാണാനും ഒക്കെ ഇച്ചിരി ജാട നമുക്ക് ഫീൽ ചെയ്യും. സ്പീക്കേഴ്സും നല്ല അടിപൊളിയാണ്. നല്ല സൗണ്ട് ട്യൂണിങ് ചെയ്തൊരു വാഹനം തന്നെയാണിത്. ഇനി നമുക്ക് നോക്കാനാണെങ്കിൽ ഈ സൈഡിലോട്ട് വരുമ്പോൾ ഒരു നല്ല AC വെൻ്റ് കാര്യങ്ങളൊക്കെ, ഇതൊന്നും ഒരു വ്യത്യാസമില്ല. ആസെറ്റീസ് സെയിം ആണ്. ഇവിടെ ഒരു ഫോഗ് ലാമ്പിൻ്റെ സ്വിച്ച് നമുക്ക് വരുന്നുണ്ട്. ഈ ഫോഗ് ലാമ്പ് നമ്മൾ അഡീഷണലായിട്ട് ചെയ്തൊരു ഫോഗ് ലാമ്പ് അല്ല. ഈ ഒരു സ്വിച്ച് വരുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മളൊരു ഫ്രണ്ട് ക്യാമറ കൊടുത്തിട്ടുണ്ട്. ക്യാമറ വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ളൊരു സ്വിച്ച് മാത്രമാണിത്. ഇതിൻ്റെ കൃത്യമായിട്ടുള്ള സ്വിച്ച് നമ്മൾ സെറ്റ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. മീറ്റർ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. നടുക്കൊരു ചെറിയൊരു TFT സ്ക്രീൻ ഉണ്ട്. പക്ഷേ നമുക്ക് കളേർഡ് ഡിസ്പ്ലേ അല്ല ഇവിടെ വരുന്നത്, ഡോട്ടഡ് ഡിസ്പ്ലേ ആണെന്ന് തന്നെ നമുക്ക് പറയാം. മറ്റേത് നമുക്ക് ടോപ്പ് വേരിയൻറ്റിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് കളേർഡ് ഡിസ്പ്ലേ ആണ്. പക്ഷേ ഇവിടെ നമുക്കത് കിട്ടുന്നില്ല. പിന്നെ ബാക്കി നമുക്ക് സ്റ്റിയറിങ്ങിൻ്റെ ഓഡിയോ കൺട്രോൾസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ് വരുന്നത്. ഈ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ അഡീഷണലായിട്ട് ഒട്ടിച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്കത് ഇവിടെയൊക്കെ കാണുമ്പോൾ ഈ സ്റ്റിക്കർ വർക്ക്സ് ഒക്കെ ചെയ്ത് എല്ലാം സ്റ്റിക്കറാണ്, ഉടൻ മെറ്റീരിയലോ കാര്യങ്ങളോ ഒന്നുമല്ല. കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല അടിപൊളി ഫീൽ കിട്ടുന്നുണ്ട്. പിന്നെ ഓട്ടോ ക്ലൈമറ്റ് കൺട്രോളാണ് ബേസ് വേരിയൻറ്റ് തൊട്ട് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നത്. ഈ ഒരു വാഹനം 2 എയർ ബാഗ് വരുന്ന മോഡലാണ് വരുന്നത്. എന്നാൽ അതേ സ്ഥാനത്ത് ഡെൽറ്റ പ്ലസ് ഓപ്ഷനിൽ എന്ന് പറയുന്നൊരു മോഡൽ വരുന്ന സമയത്ത് അവിടെ നമുക്ക് 6 എയർ ബാഗ് കിട്ടുന്നുണ്ട്. ഇനി വരുന്ന വാഹനങ്ങളിലെല്ലാം നമുക്ക് 6 എയർ ബാഗ് തന്നെ കിട്ടും. അവിടെ വേറെ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. ഓട്ടോ ഡിമ്മിങ് ഫീച്ചേഴ്സോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഡ്രൈവർ സൈഡിൽ നമുക്ക് മിറേഴ്സോ കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല. പക്ഷേ ഇവിടെ ലെഫ്റ്റ് സൈഡ് കോ പാസഞ്ചർ സൈഡിൽ മിറർ അവൈലബിൾ ആണ്. 2 റീഡിംഗ് ലൈറ്റ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. വാഹനത്തിനകത്തുള്ള ഒരു റൂഫ് ലൈറ്റ് നമുക്കിവിടെയുണ്ട്. ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ നമുക്കൊരു മാരുതിയുടെ തന്നെ ജെനുവിൻ സ്റ്റീരിയോ സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ ഒരു സിസ്റ്റം ശരിക്കും പറഞ്ഞാൽ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. കാരണം നമുക്ക് വാഹനത്തിൻ്റെ ഫുള്ള് കാര്യങ്ങൾ നമുക്കിവിടെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പെട്രോൾ നമുക്ക് മൈലേജ് കിട്ടുന്ന എത്ര, ഇതൊക്കെ ഇടയ്ക്കൊന്ന് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഫീൽ ചെയ്യും. ഇതിപ്പം 12.8 തന്നെ എനിക്ക് തോന്നുന്നു ഈ വാഹനം എടുത്ത സമയത്ത് ഒന്നെങ്ങാണ്ട് റീസെറ്റ് ചെയ്താന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അതുപോലെ തന്നെ നിൽക്കുന്നത്. 381 റേഞ്ച് കാണിക്കുന്നു. എപ്പോഴും ഈ ഒരു വാഹനം ഫുൾ ടാങ്ക് ആണ്. ഈ വാഹനം എൻ്റെ സ്വന്തം ചേട്ടൻ്റെയാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടെ എടുത്തെടുത്ത് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ മോഡിഫിക്കേഷൻസ് എല്ലാം ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ സ്റ്റിക്കർ വർക്ക്സും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഇതിന് അഡീഷണലായിട്ടാണ് ഈ ഒരു ആംറസ്റ്റ് വന്നിരിക്കുന്നത്. ഇതിലൊന്നും, അതായത് ഡെൽറ്റ പ്ലസിൽ ആംറസ്റ്റും വരുന്നില്ല. നമ്മൾ ഈ പറയുന്ന പോലെ ഒരു സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും വരുന്നില്ല. പക്ഷേ ഇത് രണ്ടും നമ്മൾ ഈ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്.
ഇതൊരു AMT വാഹനമാണ് വരുന്നത്, ഒരു 5 സ്പീഡ് AMT വാഹനമാണ് നമുക്കിതിന് കിട്ടുന്നത്. നമുക്കിനി കോ പാസഞ്ചർ സൈഡിലൊന്ന് ഇരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കോ പാസഞ്ചർ സൈഡിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് ആദ്യം ചെയ്യുന്നൊരു കാര്യം, സീറ്റ് ഒരല്പം എനിക്ക് നോർമലായിട്ടുള്ള രീതിയിൽ ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു. യെസ്, ആസ് ഇറ്റ് ഈസ് നമ്മുടെ കാലോ കാര്യങ്ങളോ ഒന്നും ഗ്ലോ ബോക്സിൻ്റെ ഇവിടെ തട്ടത്തില്ല. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അത് ഞാൻ മിക്ക വാഹനങ്ങളിലും കയറുമ്പോൾ ആദ്യം നോക്കുന്നൊരു കാര്യം അത് തന്നെയാണ്. പിന്നെ ആംറസ്റ്റ് വരുന്നതുകൊണ്ട് നമുക്ക് കോ പാസഞ്ചർ സൈഡിൽ ഇരിക്കുമ്പോഴും ഒരു എന്താ പറയുന്നത്, ഒരു സുഖമായിട്ട് തന്നെ ഇരിക്കാൻ സാധിക്കുന്നുണ്ട്. അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഇനി നമുക്ക് ബാക്കിലോട്ട് പോകാം. ഞാൻ പെട്ടെന്ന് ഓടിച്ച് പോകുന്നതിൻ്റെ കാര്യം വേറെ ഒന്നുമല്ല, ഫ്രോങ്സുമായിട്ട് സെയിം ആയിട്ട് ഒരു വ്യത്യാസങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പോകുന്നത്. ഈ സീറ്റും കൂടെ മെറ്റീരിയൽ ഞാൻ പറഞ്ഞത് ഇതൊരു ഫാബ്രിക് മെറ്റീരിയലാണ് നമുക്കിവിടെ കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണ്, നമുക്ക് നല്ല രീതിക്ക് ചൂട് കുറവായിരിക്കും. അതുപോലെ തന്നെ ഒരു നെക്ക് സപ്പോർട്ട്, നമ്മുടെ ഈ ബാക്കിലത്തെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിൽ അടിപൊളിയായിട്ട് ഏതായാലും പുള്ളി ചെയ്തിട്ടുണ്ട്. ഇത് ഒരുപാട് ടൈപ്പ് ഉണ്ട്. ഞാൻ 2-3 ടൈപ്പ് ഒന്ന് ടാഗ് ചെയ്തിട്ടേക്കാം. നിങ്ങൾക്ക് ഇത് മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് മേടിക്കാൻ. കാരണം നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇത്ര ഒരു പോർഷൻ, അതായത് നമ്മുടെ ബാക്കിൽ ഇത്ര ഒരു പോർഷൻ വേക്കൻ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് ഇത്ര ഒരു പോർഷൻ റെസ്റ്റ് ഇല്ലാത്തൊരു തോന്നൽ നമുക്ക് ഫീൽ ചെയ്യും. എന്നാൽ അതേ സ്ഥാനത്ത് ഇതുപോലത്തെ ഒരു മെറ്റീരിയൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് നമ്മുടെ നെക്ക് സപ്പോർട്ട് കിട്ടുന്നതായിരിക്കും. ഏതായാലും നമുക്ക് ബാക്കിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാക്ക് സൈഡിൽ ഇരിക്കുന്ന സമയത്ത് ഈ വാഹനത്തിൻ്റെ സ്പീക്കേഴ്സ് എല്ലാം അപ്ഗ്രേഡഡ് ആണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് നമുക്കിവിടെ ഔട്ട് കിട്ടുന്നുണ്ട്. ശരിക്കും ഞാൻ ഈ വാഹനം കുറച്ച് ദൂരം ഓടിച്ചപ്പോഴേക്കും ഇതിൻ്റെ ഒരു സൗണ്ട് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. കാരണം സോണിയുടെ സ്പീക്കേഴ്സാണ്, സബ് ആംബ് ഔട്ട് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു പെർഫെക്ഷൻ കിട്ടുന്നുണ്ട്. അത് ഇൻബിൽറ്റ് സ്റ്റീരിയോയിൽ തന്നെയാണ് അത് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ ആംറസ്റ്റിൻ്റെ കേസ് ഞാൻ പറഞ്ഞ പോലെ നമുക്കിവിടെ കാണാൻ സാധിക്കും ചെറിയ AC വെൻ്റ്, ആക്റ്റീവ് പവർ സോക്കറ്റ്സ് നമുക്ക് രണ്ടും ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ ഫ്രണ്ടിലത്തെ സീറ്റ് അത്യാവശ്യം ഒന്ന് ഇറക്കിയാണ് ഇട്ടിരിക്കുന്നത്. കാരണം ഞാൻ ആ ഗ്ലോ ബോക്സ് തുറന്നപ്പോൾ കണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ബാക്കിൽ ഇരിക്കാനാണെങ്കിൽ വലിയ കുഴപ്പമില്ല. തൈ സപ്പോർട്ട് അത്ര ഓക്കെയാണെന്ന് ഞാൻ പറയത്തില്ല, ജസ്റ്റ് ഒരു ആവറേജിലും താഴെ എന്നേ പറയത്തുള്ളൂ. തൈ സപ്പോർട്ട് പോരാ. അത് ഞാൻ ടൈസറിൽ കയറിയപ്പോൾ പറഞ്ഞൊരു കേസാണ്. പിന്നെ ഏതായാലും ബാക്കിൽ 3 പേരെ ഇവർ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് 3 ഹെഡ് റെസ്റ്റ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഗ്രാബ് റെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും വാഹനം ഓവറോൾ അടിപൊളിയാണ്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഹൃദയഭാഗം കാണാം, അതായത് ഇതിൻ്റെ എൻജിൻ കാണാം. ഏതായാലും എൻജിൻ കമ്പാർട്ട്മെൻറ്റ് നന്നായിട്ട് വാഷ് ചെയ്തോണം. അത് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. ഈ എൻജിൻ കമ്പാർട്ട്മെൻറ്റ് വാഷ് ചെയ്യേണ്ടാത്ത വാഹനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ EVയും ഹൈബ്രിഡ് വെഹിക്കിൾ, പ്യുവർ ഹൈബ്രിഡ് മാത്രം വാഷ് ചെയ്യരുത്. ഇത് ഹൈബ്രിഡ് വെഹിക്കിളേ അല്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാഷ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ബാക്കിയുള്ളതെല്ലാം സെയിം ആണ്. പക്ഷേ നമ്മൾ അന്ന് കണ്ടൊരു വാഹനത്തിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു 4 സിലിണ്ടർ വാഹനമാണ് വരുന്നത്. സിലിണ്ടേഴ്സിൻ്റെ എണ്ണം നമുക്ക് വളരെ കൃത്യമായിട്ട് ഈ മാനിഫോൾഡിൻ്റെ ഔട്ട്പുട്ട് നോക്കിയാൽ അറിയാം. 1, 2, 3, 4 അങ്ങനെ ഒരു 4 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. AMT യൂണിറ്റ് വരുന്നുള്ളതുകൊണ്ട് AMT യൂണിറ്റ് നമുക്ക് തന്നെ ഇവിടെ കാണാൻ സാധിക്കും. AMTയുടെ ഓയിൽ ലെവലും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അറിയാൻ സാധിക്കും. ഫ്ലൂയിഡിൻ്റെ നമുക്കിവിടെ അറിയാൻ സാധിക്കും. അതിൻ്റെ AMT യൂണിറ്റ് ഇവിടെ കാണാം, ECM കാണാം. അത്യാവശ്യം നമ്മുടെ സബിലേക്കുള്ള ലൈൻസൊക്കെ എടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഏതായാലും ഒരു 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഏതായാലും പവർ വൈസ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അടിപൊളി വാഹനമാണെന്ന് ഞാൻ പറയും. നമുക്കിപ്പോൾ ഏതെങ്കിലും കാണുമ്പോൾ തന്നെ നല്ല കിടുക്കനായിട്ടത് മനസ്സിലാവും. 300 PS പവറും 113 ന്യൂട്ടൺ മീറ്റർ ടോർക്കുമാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പം നമ്മളൊരു ഡ്രൈവ് ഇറങ്ങിയൊക്കെയാണ്. ഈ വാഹനത്തിന് ഹിൽ ഹോൾഡ് അസിസ്റ്റും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അതൊരു വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ്. ഒരു AMT വാഹനം ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ബെനിഫിറ്റും കൂടെ ഇവിടെ കിട്ടുന്നുണ്ട്. നല്ല കുത്തനെ ഉള്ളൊരു കയറ്റം നമ്മളിപ്പോൾ കയറുകയാണ്. ഓക്കെ, ഇപ്പം ഞാൻ ഇവിടുന്ന് നേരെ ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്തു. ഓക്കെ, ഇപ്പോൾ ഈ വാഹനം ഈ കയറ്റത്തിൽ 3 സെക്കൻഡ്, അതായത് നമ്മുടെ ഹിൽ ഹോൾഡ് അസിസ്റ്റ് സെയിം ഫംഗ്ഷൻ 1, 2, 3 ശ്രദ്ധിച്ചോണം. ഞാൻ ബ്രേക്ക് ചവിട്ടിയിട്ടുണ്ട്, ബ്രേക്ക് ചെയ്യുന്ന കാലെടുക്കുന്നു. 1, 2 and 3 പോയി. 3 സെക്കൻഡ് നമുക്ക് ഈ ഹിൽ ഹോൾഡ് അസിസ്റ്റ് കിട്ടും. അതായത് ബ്രേക്കിൽ നിന്നും ആക്സിലറേറ്റർ കൊടുക്കാൻ വേണ്ടിയുള്ളൊരു സാവകാശം. നമുക്ക് ഈ വാഹനത്തിൽ ഒരു 1.2 ലിറ്റർ എഞ്ചിനുള്ള പോലെ തന്നെ ഒരു 1 ലിറ്റർ എഞ്ചിൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ വാഹനത്തിൽ ഒരു CNG വേരിയൻറ്റും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. CNG വേരിയൻറ്റ് വരുന്ന സമയത്ത് അഡീഷണൽ ഒരു 95,000 രൂപ നമുക്ക് സിഗ്മ വേരിയൻറ്റിലും ഡെൽറ്റ വേരിയൻറ്റിലാണ് CNG നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ CNG ആകുമ്പോൾ ഏകദേശം ഒരു 95,000 രൂപയുടെ ഡിഫറൻസ് നമുക്ക് വരുന്നുണ്ട്. എന്നാലും കമ്പനി ഫിറ്റഡ് CNG ആയതുകൊണ്ട് നിങ്ങൾക്ക് അതിന് വാറണ്ടിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. എന്ത് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും അണ്ടർ വാറണ്ടിയിൽ നിങ്ങൾക്ക് അത് റീപ്ലേസ്മെൻറ്റ് കിട്ടുന്നതായിരിക്കും. നല്ലൊരു ഫ്യൂൽ എഫിഷ്യൻസി നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ് CNG എടുക്കുകയാണെങ്കിൽ. ഇനി അതല്ലാതെ നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ തന്നെ AMT അല്ലാതെ ടോർക്ക് കൺവേർട്ടർ വരുന്ന ഓട്ടോമാറ്റിക് ടൈപ്പ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ ടോർക്ക് കൺവേർട്ടർ വരുന്ന സമയത്ത് അവിടെ 1,40,000 രൂപയോളം പ്രൈസ് ഡിഫറൻസ് നമുക്ക് വരുന്നുണ്ട്. അത് 1 ലിറ്റർ എഞ്ചിനിലാണ് നമുക്ക് ആ ടോർക്ക് കൺവേർട്ടർ കിട്ടുന്നത്. അപ്പോൾ അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയും ഈ ഒരു വാഹനത്തിൻ്റെ 1.2 ലിറ്റർ മാനുവൽ വേരിയൻ്റ് ആണ് കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം AMT നമുക്ക് അത്യാവശ്യം ഇതുപോലത്തെ ഒരു സിറ്റി ഡ്രൈവ് ഒക്കെ വരുന്ന സമയത്ത്
കുറച്ചൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പക്ഷേ നിങ്ങൾക്ക് ക്ലച്ച് ചവിട്ടാനൊക്കെ മടിയുള്ള ഒരാളാണ്, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും AMTയിലോട്ട് തന്നെ പോവുക. AMT ആകുമ്പോൾ നമുക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ ലോ റണ്ണിങ് കിലോമീറ്റേഴ്സ് ഉള്ള ആൾക്കാരാണെങ്കിൽ AMT കഴിവതും എടുക്കാതിരിക്കുന്നത് നല്ലതെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യും. വേറൊന്നും കൊണ്ടല്ല, ഉടനെ ഒന്നും പ്രശ്നം വരത്തില്ലെങ്കിൽ പോലും കുറച്ച് നാൾ കഴിയുമ്പോൾ, ഏകദേശം ഒരു 5 അല്ലെങ്കിൽ 6 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും ചെറിയ രീതിക്ക് ഓടാതെ ഇരുന്ന് AMT യൂണിറ്റ്സിനൊക്കെ കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത കുറച്ച് കൂടുതലുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചോണം. ഇപ്പം ഞാൻ ഈ ഓടിക്കുന്ന ഒരു ഡെൽറ്റ പ്ലസ് വാഹനമാണ്. എന്നാൽ ഒരു ഡെൽറ്റ പ്ലസ് ഓപ്ഷണൽ എന്ന് പറയുന്ന ഒരു വേരിയൻറ്റ് കൂടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു 15,500 രൂപയുടെ വ്യത്യാസം നമുക്ക് ആ ഒരു വേരിയൻറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ ചെറിയ പ്രൈസ് ഡിഫറൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരും, അത് ടാക്സിൻ്റെ ഒക്കെ വ്യത്യാസം വരുന്നതനുസരിച്ച്. അപ്പം ഈ ഒരു വേരിയൻറ്റ്, അതായത് ഡെൽറ്റ പ്ലസ് ഓപ്ഷണൽ എടുക്കുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 എയർ ബാഗ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. എന്നാൽ ഈ ഒരു വാഹനത്തിൽ 2 എയർ ബാഗാണ്. പക്ഷേ ഇനിയുള്ള വാഹനങ്ങൾക്കെല്ലാം ബേസ് വേരിയൻറ്റ് തൊട്ട് നമുക്ക് 6 എയർ ബാഗ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇനി 6 എയർ ബാഗ് മാൻഡേറ്ററി ആയി തുടങ്ങി. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇഗ്നിസ് പോലത്തെ വാഹനങ്ങൾ പോലും ഇനി അപ്ഗ്രേഡ് ചെയ്ത് വരുന്നുണ്ട് 6 എയർ ബാഗും. അതിനകത്ത് കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഏതായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, ഉറപ്പായിട്ട് നമുക്കത് കിട്ടുന്നതായിരിക്കും. AMT വാഹനത്തിൻ്റെ ഒരു ഫ്യൂവൽ എഫിഷ്യൻസി 22.9 കിലോമീറ്ററാണ് ഫ്യൂവൽ എഫിഷ്യൻസി കമ്പനി പറയുന്നത്. എന്നാൽ ഇത് ലോക്കലായിട്ട് മാത്രം ഓടുന്ന എല്ലാവർക്കും കിട്ടുന്ന ഒരു ഫ്യൂവൽ എഫിഷ്യൻസി ഏകദേശം ഒരു 15 വരെ അല്ലെങ്കിൽ ഒരു 16 വരെയൊക്കെ കിട്ടുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ഇത് തന്നെ അത്യാവശ്യം നല്ല ഓട്ടോ ഉള്ള ആൾക്കാർക്ക് 20+ കിട്ടുന്ന ആൾക്കാരും ഉണ്ട്. ഇപ്പം ഞാൻ ഏകദേശം ഒന്ന് ഫ്യൂവൽ ഒന്ന് റീസെറ്റ് ചെയ്തായിരുന്നു. ഏകദേശം 12 ആയിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത് 22.9 കിലോമീറ്റർ മൈലേജാണ് 1 ലിറ്റർ ഫ്യൂവൽ എഫിഷ്യൻസി, 1 ലിറ്ററിൽ നമുക്ക് കിട്ടുന്നത്. അത് നല്ലൊരു പോയിൻ്റാണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്കിവിടെ റേഞ്ചും കയറും. കാരണം ഫ്യൂവൽ എഫിഷ്യൻസി വെച്ചാണ് റേഞ്ചിൻ്റെ മാറ്റം നമുക്കിവിടെ ഉണ്ടാകുന്നത്. ഏതായാലും ഈ ഒരു വാഹനം ഒരു കാരണവശാലും മൈലേജ് ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. നല്ലൊരു ഫ്യൂൽ എഫിഷ്യൻസി ഉള്ള വാഹനം തന്നെയാണ്. നമുക്കിതേ കാണാം, ഞാനിപ്പോൾ മര്യാദയ്ക്ക് ഏകദേശം ഒരു 50 കിലോമീറ്റർ സ്പീഡിൽ തന്നെയാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക് തന്നെയാണ് ഡ്രൈവ് ചെയ്യുന്നത്. 5th പൊക്കോണ്ടിരിക്കുന്നത്. ഡി കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഓട്ടോമാറ്റിക് വേരിയൻറ്റിൽ തന്നെയാണ്. ഏകദേശം 25.3 നമുക്ക് കാണിക്കുന്നുണ്ട്. മാറത്തില്ലെന്ന് ഞാൻ പറയില്ല, മാറും. സിറ്റിയിലോട്ടൊക്കെ ചെല്ലുന്ന സമയത്ത് ഇത് മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഓരോ ടൈം ഫ്യൂൽ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഇതൊന്ന് റീസെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ പോകുമ്പോൾ ഈ ഫ്യൂൽ എഫിഷ്യൻസി ഒന്ന് റീസെറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ വാഹനത്തിന് കിട്ടുന്ന ഫ്യൂൽ എഫിഷ്യൻസി അറിയാൻ സാധിക്കും. ഒരു മോശ വഴി ഓടിക്കുകയാണെങ്കിൽ, അതായത് ഒരു ഗട്ടർ റോഡ് നമ്മൾ ഈ വാഹനം യൂസ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം എനിക്ക് നല്ലൊരു കംഫോർട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇതിൻ്റെ ടയറിൻ്റെ കാര്യം കൂടെ നമ്മൾ എടുത്ത് പറയണം. 195 ഈ ടയർ സൈസ് വരുന്നത്. അത്രയും വൈഡർ ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം ചെറിയ കുടിയിലൊന്നും വീണ് കഴിഞ്ഞാൽ നമ്മൾ അറിയത്തില്ല. അതാണ് മെയിനായിട്ടുള്ള റീസൺ. പിന്നെ ബൗൺസിങ്ങും കാര്യങ്ങളൊക്കെ നോക്കാനാണെങ്കിൽ അത്യാവശ്യം സ്പീഡിൽ പോയാൽ പോലും നമുക്ക് അകത്ത് നല്ലൊരു കംഫോർട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. കാരണം ഞാനൊരു ആവറേജ് ആണെങ്കിൽ ആവറേജ് എന്ന് പറയാം, പക്ഷേ ഇതൊരു ആവറേജ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഒരു അബോവ് ആവറേജ് എന്ന് തന്നെ പറയാൻ സാധിക്കും. കാരണം അതുപോലെ കംഫോർട്ട് ലെവല് സൂപ്പറാണെന്ന് തന്നെ പറയാൻ സാധിക്കും. ഇത് നിങ്ങളൊരു ജസ്റ്റ് ഒരു ടെസ്റ്റ് ഡ്രൈവ് എടുക്കണം. ഞാൻ ഏതൊരു വാഹനം യൂസ് ചെയ്യുമ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ സ്വന്തമായിട്ടൊരു ടെസ്റ്റ് ഡ്രൈവും കൂടി എടുത്തിരിക്കാൻ. കാരണം നിങ്ങളുടെ ഒരു കംഫോർട്ട് ലെവൽ എന്താണ്, നിങ്ങളുടെ സീറ്റിംഗ് ലെവല്, സീറ്റിംഗ് പൊസിഷൻ കാര്യങ്ങളൊക്കെ നോക്കി വെച്ച് വേണം ഒരു വാഹനം എടുക്കാൻ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ല രീതിക്ക് നമുക്കൊരു സസ്പെൻഷൻ സൈഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കാരണം ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് അതുപോലൊരു കംഫോർട്ട് ഫീൽ തന്നെയാണ് ഈ വാഹനത്തിൽ കിട്ടുന്നത്.